ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി കിടക്കാച്ചി വീഡിയോ ആയിട്ടാണ്. നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന ടാൻ ഒക്കെ റിമൂവ് ആയി നമ്മുടെ സ്കിൻ അടിപൊളിയാവാൻ വേണ്ടിയിട്ട് ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഈ പാക്ക് തയ്യാറാക്കാൻ മെയിൻ ആയിട്ടൊരു സാധനമാണ് എന്താണെന്നല്ലേ, ചടാ, ഈ പഴമാണ്. ഈ ഒരു പഴം വെച്ച് ഒരു സൂത്രമുണ്ട്, അതെന്താണെന്ന് വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് കുറേ സാധനങ്ങളൊന്നും വേണ്ട, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി. അതിന് ആദ്യം ഞാൻ എടുത്തിരിക്കുന്നത് തൈരാണ്. നല്ല പുളിയുള്ള തൈര് തന്നെ നോക്കിയെടുക്കുക. അതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ മുൾട്ടാനി മിട്ടിയാണ്. മുൾട്ടാനി മിട്ടി സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്ന എല്ലാവരുടെയും വീട്ടിൽ കാണേണ്ടതാണ്. നമ്മൾ ഈ പുറത്തുനിന്ന് വാങ്ങിക്കണമെങ്കിൽ മെഡിക്കൽ ഷോപ്പിലും സാധാരണ ഷോപ്സിലൊക്കെ കിട്ടും. 60 രൂപയും കണ്ടേ ഉള്ളൂ ഇതിന്. നമുക്ക് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക, 1 സ്പൂൺ മതി. അത് നല്ലോണം ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കുക. അതായത് ഇത് രണ്ടും മാത്രമേ ഉള്ളൂ നമ്മുടെ പാക്കിന് ആവശ്യമായിട്ടുള്ള സാധനം. അപ്പോൾ ഈ പാക്ക് തയ്യാറായിട്ടുണ്ട്. നമുക്കിനി അത് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം. ഫേസിൽ മാത്രമല്ല, നമുക്ക് ടാൻ എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം നമുക്ക് ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ കഴുത്തിലും കയ്യിലും കാലും ഉണ്ടാവുന്ന ടാൻ മാറ്റാനും ഒക്കെ ഇത് അടിപൊളി ഒരു പാക്കാണ്. അപ്പോൾ ഈ പാക്ക് ഞാൻ ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഇത് റിമൂവ് ചെയ്യേണ്ടത് കാണിച്ചു തരാം. അപ്പം ഞാൻ ഈ പാക്ക് കണ്ടുപിടിച്ച് ഇൻസ്റ്റഗ്രാമിലൊരു റീൽ കണ്ടിട്ടാണ് ഞാൻ ഈ പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പാക്ക് റിമൂവ് ചെയ്യണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് നല്ലോണം ഡ്രൈ ആവുന്നത് വരെയൊന്നും വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ നേരത്തെ ആദ്യം കാണിച്ച പഴമില്ലേ, ആ പഴം ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയാണ് നമുക്ക് ആവശ്യം. പഴം നമുക്ക് വേണമെങ്കിൽ കഴിക്കാം, അതിൻ്റെ തൊലിയാണ് നമുക്ക് വേണ്ടത്. ആ ഒരു തൊലിയുടെ അകത്തുള്ള ആ വൈറ്റ് പോർഷനില്ലേ, അത് വെച്ചിട്ട് നമ്മുടെ മുഖത്ത് നല്ലോണം സ്ക്രബ് ചെയ്ത് ഈ പാക്ക് റിമൂവ് ചെയ്യുക. നല്ലോണം മസാജ് ചെയ്ത് ഈ പാക്ക് റിമൂവ് ചെയ്ത് വരിക. നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിലും എടുക്കാം, ഇന്ന പഴം തന്നെ വേണമെന്നൊന്നുമില്ല. ചെറിയ പഴമോ വലിയ പഴമോ നിങ്ങളുടെ വീട്ടിൽ ഏതാണോ ഉള്ളത് ആ പഴം നിങ്ങൾക്ക് എടുക്കാം. ആ പഴത്തൊലി വെച്ച് മസാജ് ചെയ്യുമ്പോഴത്തേക്കിനും മണപ്പിച്ച് വെക്കാനൊന്നും നിൽക്കരുത്. പഴത്തൊലി എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, ഒരു ചെറിയൊരു സ്മെല്ലുണ്ട്. അപ്പം നമുക്ക് മെയിനായിട്ട് ഇത് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് വെച്ചാൽ പഴത്തൊലിയാണ്, അതാരും മറക്കരുത്. പഴം നമുക്ക് വേണമെങ്കിൽ കഴിക്കുകയൊക്കെ ചെയ്യാം, വേണമെങ്കിൽ ജ്യൂസൊക്കെ അടിച്ച് കുടിക്കാം. പഴത്തൊലി വെച്ചിട്ട് അതിൻ്റെ വൈറ്റ് പോർഷൻ വെച്ചിട്ട് ഇതേപോലെ നല്ലോണം മസാജ് ചെയ്ത് ഈ പാക്ക് റിമൂവ് ചെയ്ത് കളയാം. ഒരു ചെറിയ പീസ് കൊണ്ടൊന്നും നമ്മുടെ ഫേസിലുള്ളത് മൊത്തം റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. അത് മസാജ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ കട്ട് ചെയ്ത് ഇതേപോലെ മസാജ് ചെയ്ത് നല്ലോണം തന്നെ മസാജ് ചെയ്ത് റിമൂവ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ ഇത് മുഖത്ത് മാത്രമായിട്ട് അപ്ലൈ ചെയ്ത റിസൾട്ട് നല്ലോണം അറിയാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ കയ്യിലും കൂടെ ഞാൻ കുറച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ മുഖത്ത് അത്രയ്ക്ക് വലിയ ടാനൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വിസിബിളായിട്ട് റിസൾട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് ഭാഗത്തും കൂടെ ഞാൻ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കയ്യിൽ നല്ല ടാൻ അടിച്ചിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ പഴത്തൊലി വെച്ച് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവിടെ. ഇനി നമുക്ക് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. വാഷ് ചെയ്തിട്ട് വന്നപ്പോഴത്തേക്കിനും ഫേസ് നല്ലൊരു ഫ്രഷ് ആയൊരു ഫീലുണ്ട്. ഫേസിൽ ചെറിയൊരു ഗ്ലോ ഒക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഫേസിൽ വലിയ മാറ്റമായിട്ടൊന്നും അറിയാൻ വയ്യ, പക്ഷേ ഈ പാക്ക് വർക്കിംഗ് ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. എൻ്റെ കയ്യിൽ പാക്ക് ഇട്ട ഭാഗത്ത് നല്ലോണം ബ്രൈറ്റൻ ആയിട്ടുണ്ട്. പാക്ക് ഇടാത്ത ഭാഗത്ത് കുറച്ച് ഡള്ളായിട്ടൊരു ടാനൊക്കെ അടിച്ചിരിക്കുകയാണ്. ഈ പാക്ക് വർക്കിംഗ് ആണ് ഗൈസ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി പാക്കാണിത്. അത് ഞാൻ ഈ പാക്കിൻ്റെ റീൽ കണ്ടപ്പോഴത്തേക്കും ഫ്ലോപ്പായി പോകുന്നൊക്കെ വിചാരിച്ചു, പക്ഷേ ഇത് വർക്കിംഗ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ.